നമസ്കാരം. മുക്ക MMIT ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സോബേഷ്, MMIT. ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിശദമായുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ന്യൂക്ലിയർ പവർ പ്ലാന്റ് പാർട്ട് 2. ഒബ്ജക്റ്റീവ്സ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ: explain the schematic arrangement of nuclear power plant, explain the working of nuclear power plant. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് എന്താണ്, ഓരോ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ഓരോ ഘട്ടത്തിലും എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, ഓരോ ഭാഗത്തിൻ്റെയും ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് അഥവാ മെയിൻ സെക്ഷൻസ്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 4 നമുക്ക് പൊതുവായിട്ട് പറയാം. 1 ന്യൂക്ലിയർ റിയാക്ടർ, 2 ഹീറ്റ് എക്സ്ചേഞ്ചർ, 3 സ്റ്റീം ടർബൈൻ, 4 അൾട്ടർനേറ്റർ. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമുക്ക് അതിൻ്റെ ആകെ അറേഞ്ച്മെൻറ്റ്സിനെ തരംതിരിക്കാവുന്നതാണ്. ന്യൂക്ലിയർ റിയാക്ടറിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ടുള്ള ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ പവർ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള സ്റ്റീം അഥവാ നീരാവി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 3ാമത്തെ ഭാഗമായിട്ടുള്ള സ്റ്റീം ടർബൈനാണ് സ്റ്റീം എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റിക്കൊണ്ട് ആൾട്ടർനേറ്ററിനെ കറക്കുന്നത്. 4ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റാണ് അൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. ഈ അൾട്ടർനേറ്ററാണ് മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിച്ച് തരുന്നത്. ഇങ്ങനെ 4 സെക്ഷനായിട്ട് നമ്മൾ ഇതിൻ്റെ മൊത്തം അറേഞ്ച്മെൻറ്റിനെ തരംതിരിക്കാവുന്നതാണ്. ഈ കാണുന്ന ഫിഗറിൽ നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് കാണാം. ഇതിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് ആദ്യമേ തന്നെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്. അതുകൂടാതെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കാണാം. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് സ്റ്റീം കടന്നു പോകുന്ന വഴി നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞ ശേഷം അതൊരു ടർബൈൻ അഥവാ സ്റ്റീം ടർബൈനിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഏരോ മാർക്കിൽ അടയാളപ്പെടുത്തിയത് കാണാം. ഈ ടർബൈന് ഒരു അൾട്ടർനേറ്ററായിട്ട് കപ്പിൾ ചെയ്തത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ടർബൈൻ കറങ്ങുന്ന സമയത്ത് അൾട്ടർനേറ്റർ പ്രവർത്തിക്കുന്നു. ടർബൈനിലേക്ക് പതിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സോസ്റ്റ് സ്റ്റീം കണ്ടൻസറിലേക്ക് പതിക്കുന്നത് നിങ്ങൾക്ക് ഏരോ മാർക്ക് ഇട്ട് അടയാളപ്പെടുത്തിയത് കാണാം. കണ്ടൻസർ ഉപയോഗിച്ചുകൊണ്ട് എക്സോസ്റ്റ് സ്റ്റീമിനെ വീണ്ടും വാട്ടറാക്കി മാറ്റുകയും ആ വാട്ടർ തിരിച്ച് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ചെല്ലുന്നതുമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കൂടാതെ കണ്ടൻസറിലേക്ക് ആവശ്യമായിട്ടുള്ള കോൾഡ് വാട്ടർ അഥവാ തണുത്ത വെള്ളം നൽകുന്നതിന് വേണ്ടി താഴെ ഒരു കൂളിംഗ് ടവർ ഉണ്ട്. ഈ കൂളിംഗ് ടവറിൽ നിന്ന് വെള്ളം കണ്ടൻസറിലൂടെ പാസ് ചെയ്യുകയും കണ്ടൻസറിൻ്റെ പ്രവർത്തനം നടത്തിയതിന് ശേഷം ഈ വെള്ളം തിരിച്ച് കൂളിംഗ് ടവറിലേക്ക് തന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കൂളിംഗ് ടവറിലേക്ക് വെള്ളത്തിൻ്റെ പോരായ്ക വരുന്ന സമയത്ത് എടുക്കാൻ വേണ്ടി റിവറിൽ നിന്നും ഒരു പാത്ത് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ഓരോ സെക്ഷനായിട്ട് തരംതിരിച്ച് ഓരോ ഭാഗത്തും നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ ഏറ്റവും ബേസായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടറിൽ വെച്ചിട്ടാണ്. ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഒരു പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണത്തോടു കൂടി ഒരു ബിൽഡിങ്ങിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കും. ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ
എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടറും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഭാഗമാണ് കാണുന്നത്. ഈ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഈ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ന്യൂക്ലിയർ ഫ്യൂവലുകൾ അല്ലെങ്കിൽ ഫ്യൂവൽ റോഡുകൾ ഉണ്ടാവും. അതുകൂടാതെ മോഡറേറ്റർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ടാവും. പിന്നെ മൂന്നാമതായിട്ട് കൺട്രോൾ റോഡുകളും ഉണ്ടാവും. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ന്യൂക്ലിയർ ഫ്യൂവൽ, അതേപോലെ മോഡറേറ്റർ, മൂന്നാമതായി കൺട്രോൾ റോഡുകൾ. ഈ 3 ഘടകങ്ങളും ഈ റിയാക്ടറിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്താണ് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഫംഗ്ഷൻ? ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ന്യൂക്ലിയർ റിയാക്ടർ എന്താണ് ചെയ്യുന്നത്? ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോഴാണ് ഈ റിയാക്ടറിൽ വലിയ തോതിലുള്ള ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഹീറ്റ് എനർജി പിന്നീട് സ്റ്റീം എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഇങ്ങനെ ന്യൂക്ലിയർ ഫിഷൻ സംഭവിച്ചാൽ മാത്രമാണ് ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടറിനകത്താണ്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ന്യൂക്ലിയർ ഫിഷൻ നടത്താനും അതിനെ നിയന്ത്രിക്കാനും വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് ഞാനിപ്പോൾ 3 ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് ന്യൂക്ലിയർ ഫിഷൻ വഴി താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയാം. യുറേനിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ സ്ലോ മൂവിങ് ആയിട്ടുള്ള മറ്റ് ന്യൂട്രോണുകൾ കൊണ്ട് കൊളൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുക, ഇടിക്കുക, നമ്മൾ മാനുവലായിട്ട് ഇടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ന്യൂട്രോണുകൾ യുറേനിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ വന്നിടിക്കുന്ന സമയത്ത് ആ ന്യൂക്ലിയസ് 2ആയിട്ട് വിഭജിക്കപ്പെടുകയും അവിടെ വലിയ തോതിലുള്ള താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് 2ഓ 3ഓ ന്യൂട്രോണുകൾ പുതിയതായിട്ടുണ്ടാവുകയും ഈ ന്യൂട്രോണുകൾ മറ്റ് ന്യൂക്ലിയസുമായിട്ട് ഇടിച്ചിട്ട് ഈ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഏതായാലും ഈ തരത്തിൽ യുറേനിയം പോലെയുള്ള വസ്തുക്കളെ ന്യൂക്ലിയർ ഫിഷന് വിധേയമാക്കിക്കൊണ്ട് അവിടെ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങളൊന്നാകെ നടക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിനുള്ളിൽ വെച്ചിട്ടാണ്. ഈ റിയാക്ടറിനുള്ളിൽ 3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കൽ കൂടി പറയുകയാണ്. ന്യൂക്ലിയർ ഫ്യൂവൽ, മോഡറേറ്റർ, കൺട്രോൾ റോഡ്. ഇനി ഈ 3 ഭാഗങ്ങളും ന്യൂക്ലിയർ റിയാക്ടറിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. എ ന്യൂക്ലിയർ റിയാക്ടർ കൺസിസ്റ്റ് ഓഫ്, ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ എന്തെല്ലാമാണുള്ളത്? ന്യൂക്ലിയർ ഫ്യൂവൽ, 2 മോഡറേറ്റർ, 3 കൺട്രോൾ റോഡുകൾ. 3 കാര്യങ്ങളാണുള്ളത്. ന്യൂക്ലിയർ ഫ്യൂവലിനെ തന്നെയാണ് നമ്മൾ ഫ്യൂവൽ റോഡുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഈ ഓരോന്നും എന്താണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫങ്ഷൻ ഓഫ് ന്യൂക്ലിയർ ഫ്യൂവൽ അഥവാ ഫ്യൂവൽ റോഡ്സ്. ന്യൂക്ലിയർ ഫ്യൂവൽ അല്ലെങ്കിൽ ഫ്യൂവൽ റോഡിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറേനിയാണ് ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ന്യൂക്ലിയർ ഫ്യൂവലാണ് ന്യൂക്ലിയർ ഫിഷന് വിധേയമാകുന്നത്. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനത്തിന് വിധേയമാവുന്ന ഇന്ധനം എന്താണോ ആ ഇന്ധനത്തിനെയാണ് ന്യൂക്ലിയർ ഫ്യൂവൽ അഥവാ ന്യൂക്ലിയർ ഫ്യൂവൽ റോഡുകൾ എന്ന് വിളിക്കുന്നത്. റൈറ്റ്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ആക്ട് ആസ് ദി ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ഇത് റിയാക്ടറിനകത്തുള്ള ഫ്യൂവലായിട്ട് പ്രവർത്തിക്കുന്നു. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് ദെർബൈ പ്രൊഡ്യൂസിങ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. ഇത് എന്തിന് വിധേയമാവുന്നു? ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിന് വിധേയമാവുന്നു. അതുവഴി വലിയ തോതിലുള്ള ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനത്തിന് വിധേയമാവുന്ന ന്യൂക്ലിയർ ഇന്ധനത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയർ ഫ്യൂവൽ അഥവാ
ഫ്യുവൽ റോഡുകൾ എന്ന് വിളിക്കുന്നത്. ഫ്യുവൽ റോഡുകൾ എന്ന് വിളിക്കാൻ കാരണം അത് റോഡ് രൂപത്തിൽ അല്ലെങ്കിൽ ദണ്ട് രൂപത്തിലാണ് റിയാക്ടറിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്യുവലിൻ്റെ റോഡുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ കോമൺലി യൂസ്ഡ് ന്യൂക്ലിയർ ഫ്യുവൽസ് ആർ, ഇങ്ങനെ ന്യൂക്ലിയർ ഇന്ധനങ്ങളായിട്ട് ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് എന്തെല്ലാം മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്? യുറേനിയം 235 അഥവാ U-235, പ്ലൂട്ടോണിയം 239, Pu-239, അതേപോലെ തോറിയം. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസാണ് സാധാരണ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ന്യൂക്ലിയർ ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ന്യൂക്ലിയർ ഫ്യുവലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം തന്നെയാണ്. അപ്പോൾ യുറേനിയമാണ് ഇവിടുത്തെ ഫ്യുവൽ. ഈ ഫ്യുവൽ ന്യൂക്ലിയർ ഫിഷന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. ഈ ഫ്യുവൽ എവിടെയാണ് ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ ഈ ഫ്യുവൽ ന്യൂക്ലിയർ റിയാക്ടറിനകത്താണ് ഉണ്ടാവുക. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തതുമായിട്ടുള്ളത് എന്താണ്? ന്യൂക്ലിയർ ഫ്യുവലായിട്ടുള്ള യുറേനിയമാണ്. നെക്സ്റ്റ്, ഫങ്ഷൻ ഓഫ് മോഡറേറ്റർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയർ റിയാക്ടറിനകത്തുള്ള രണ്ടാമത്തത് മോഡറേറ്ററാണ്. മോഡറേറ്ററിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്ലോസ് ഡൗൺ ദി സ്പീഡ് ഓഫ് ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ ഫിഷന് നടക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രോൺസ് ന്യൂക്ലിയസിൽ വന്നിടിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ന്യൂട്രോൺസിന് വേഗത കുറവായിരിക്കണം, സ്ലോ മൂവിങ് ന്യൂട്രോൺസ് ആയിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. ഇൻ കേസ് ഈ ന്യൂട്രോൺസിൻ്റെ വേഗത കൂടുതലാണെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യിക്കുക, അതായത് അതിൻ്റെ വേഗത കുറയ്ക്കുക എന്നുള്ള ഫങ്ഷനാണ് ആര് നിർവഹിക്കുന്നത്? മോഡറേറ്റർ നിർവഹിക്കുന്നത്. അതായത് ന്യൂക്ലിയർ ഫിഷനിൽ പങ്കെടുക്കുന്ന ന്യൂട്രോണുകളുടെ വേഗത വേണ്ട വിധത്തിൽ കുറച്ച് നിലനിർത്തുക, വേഗത കൂടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മോഡറേറ്ററിൻ്റെ ധർമ്മം. മെറ്റീരിയൽസ് യൂസ്ഡ് ആസ് മോഡറേറ്റർ ആർ. മോഡറേറ്ററായിട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഗ്രാഫൈറ്റ്, ഹെവി വാട്ടർ, നോർമൽ വാട്ടർ, ബെറിലിയം തുടങ്ങിയവയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നാവാം. ക്ലിയർ? അപ്പോൾ മോഡറേറ്ററായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആൻഡ് നോർമൽ വാട്ടർ ആർ കോമൺലി യൂസ്ഡ്. ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് മോഡറേറ്ററായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റും അതേപോലെ തന്നെ നോർമൽ വാട്ടറുമാണ്, അതായത് സാധാരണ വാട്ടർ, വെള്ളം. ഇത് രണ്ടുമാണ് റിയാക്ടറിനകത്ത് മോഡറേറ്ററായിട്ട് കൂടുതലും കാണാറുള്ളത്. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ടും ഗ്രാഫൈറ്റും വാട്ടറുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് മോഡറേറ്ററിൻ്റെ ഫങ്ഷൻ? റിയാക്ടറിനകത്തുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം മോഡറേറ്ററാണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മോഡറേറ്റർ? അതായത് ന്യൂക്ലിയർ ഫിഷനിൽ പങ്കെടുക്കുന്ന ന്യൂട്രോണുകളുടെ വേഗത ത്വരിതപ്പെടുത്തുക, വേഗത നിയന്ത്രിക്കുക, വേഗത കൂടാതെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ എങ്ങനെ പറയാം, വേഗത കുറയ്ക്കുക. അതിനുള്ള കഴിവുള്ള മെറ്റീരിയൽ, അതാണ് ഗ്രാഫൈറ്റ് പോലത്തെ മെറ്റീരിയൽ. അത് ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ മോഡറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി ഈ വേഗത കൂടിപ്പോയാൽ എന്താ പ്രശ്നം? നമുക്ക് ഒന്നുകൂടെ പിന്നീട് പറയാം. വേഗത കൂടിപ്പോയി കഴിഞ്ഞാൽ, ന്യൂട്രോൺസിൻ്റെ വേഗത കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്താണ് ഈ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹീറ്റ് എനർജിയും സ്വാഭാവികമായിട്ട് കൂടി വരും, അല്ലേ? അപ്പോൾ ന്യൂട്രോൺസ് പെട്ടെന്ന് പോയിട്ട് ഇടിക്കുകയാണെങ്കിൽ, വേഗത്തിൽ പോയി ഇടിക്കുകയാണെങ്കിൽ ഹീറ്റ് എനർജി കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂട്രോണിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് നിലനിർത്തുക. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മോഡറേറ്റർ. ഓക്കെ, അതായത് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ്. ഇനി രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫ്യുവൽ റോഡുകൾ പറഞ്ഞു, അതേപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ടുള്ളത് കൺട്രോൾ റോഡുകളാണ്. ഫങ്ഷൻ ഓഫ് കൺട്രോൾ റോഡ്സ്. എന്താണ് കൺട്രോൾ റോഡ് എന്ന് പറയുന്ന ഭാഗം ചെയ്യുന്നതെന്നുള്ള, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് റിയാക്ടറിനകത്തുള്ള. അതായത് നമ്മൾ നേരത്തെ ന്യൂക്ലിയർ ഫിഷൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു. ന്യൂക്ലിയസിൽ ന്യൂട്രോണുകൾ വന്നിടിക്കുന്ന സമയത്ത് ന്യൂക്ലിയസ് രണ്ടായിട്ട് വിഭജിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ 2-3 പുതിയ ന്യൂട്രോണുകൾ ഉണ്ടാവുകയും അതിങ്ങനെ ചെയിനായിട്ട് ന്യൂട്രോണുകളുടെ എണ്ണം വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു, അല്ലേ? അതിന് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്.
അത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു താപോർജ്ജത്തിലേക്ക് എത്തിച്ചേരുകയും വലിയ സ്ഫോടനത്തിലേക്കൊക്കെ എത്തുകയും ചെയ്യും. അപ്പോൾ ഈ ചെയിൻ റിയാക്ഷൻ, ഇങ്ങനെ ചെയിനായിട്ട് പോകുന്ന ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുക. ആ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? കൺട്രോൾ റോഡുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. കൺട്രോൾ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുക. ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുക എങ്ങനെയാണ് ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുക? ഇത് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്ന പോലെ ന്യൂട്രോണുകളുടെ എണ്ണം വർദ്ധിച്ച് വളരെ വലിയൊരു ചെയിനായിട്ട് വളരെ വലിയ ഒരു താപോർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് അപകടമാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കണം. എന്ത് ചെയ്യണം? ഈ ന്യൂക്ലിയർ ഫിഷനിൽ പങ്കെടുക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണത്തിന് നമ്മൾ കുറയ്ക്കാൻ സാധിക്കണം. അങ്ങനെ ന്യൂട്രോണുകളുടെ എണ്ണം റെഡ്യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ റോഡുകൾ റിയാക്ടറിൽ വെക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫങ്ഷൻ ഓഫ് കൺട്രോൾ റോഡ്സ്, ഇറ്റ് കൺട്രോൾസ് ദി ചെയിൻ റിയാക്ഷൻ. ഇത് ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ കൺട്രോൾ റോഡുകൾ എങ്ങനെയാണ് ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്? ഇറ്റ് അബ്സോർബ്സ് സം ന്യൂട്രോൺസ് ഇൻ ടു ഇറ്റ്. കുറച്ച് ന്യൂട്രോണുകളെയൊക്കെ എന്ത് ചെയ്യും? അത് അതിലേക്ക് അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്ത് കളയും, അതായത് അതിലേക്ക് വലിച്ചെടുത്ത് കളയും. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നർത്ഥം. അപ്പോൾ ന്യൂട്രോണുകൾ ഇങ്ങനെ ഒരുപാട് ഉണ്ടാവുന്നതിനനുസരിച്ച് കുറേയൊക്കെ ന്യൂട്രോണുകളെ എന്ത് ചെയ്യും? ഈ കൺട്രോൾ റോഡുകൾ അതിലേക്ക് ആഗിരണം ചെയ്ത് കളയും. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം കുറയും. അതുകൊണ്ട് നമുക്ക് ആ ഒരു റിയാക്ഷൻ നിയന്ത്രിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയിൻ റിയാക്ഷൻ നിയന്ത്രിക്കാൻ സാധിക്കും. thereby reducing the number of neutrons participating in the fission reaction. ഫിഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണത്തിനെ കുറയ്ക്കാൻ കഴിയുന്നു. അതുവഴി നമുക്ക് ഈ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇനി മെറ്റീരിയൽസ് യൂസ്ഡ് ആസ് കൺട്രോൾ റോഡ്സ്. കൺട്രോൾ റോഡുകളായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ സാധാരണ ബോറോണും കാഡ്മിയവുമാണ്. അതിൻ്റെ റോഡുകളാണ് കൺട്രോൾ റോഡായിട്ട് റിയാക്ടറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾ റോഡുകളുടെ പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയിൻ റിയാക്ഷനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ചെയിൻ റിയാക്ഷനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് ഹീറ്റ് ഒരുപാട് കൂടി അപകടത്തിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ചെയിൻ റിയാക്ഷനെ നിയന്ത്രിക്കുന്നത്? ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കുറയ്ക്കാൻ സാധിക്കുന്നത്? കുറേ ന്യൂട്രോണുകളെ ഈ കാഡ്മിയത്തിലേക്ക് അല്ലെങ്കിൽ ബോറോണിലേക്ക്, എന്താണോ കൺട്രോൾ റോഡായിട്ട് ഉപയോഗിക്കുന്നത്, അതിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക, ആഗിരണം ചെയ്ത് കളയുക. അതിനുള്ള ഒരു കഴിവുള്ള മെറ്റീരിയലാണത്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ ഈ റിയാക്ടറിനകത്തേക്ക് ഈ കൺട്രോൾ റോഡുകൾ താഴ്ത്തി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് എത്രത്തോളം അതിനകത്തേക്ക് താഴ്ത്തി വെക്കുന്നോ അതിനനുസരിച്ച് ഈ ന്യൂട്രോണുകളുടെ എണ്ണം കുറയുകയും ന്യൂക്ലിയർ ഫിഷൻ വഴിയുള്ള താപോർജ്ജം കുറയുകയാണ് ചെയ്യുക. നമുക്ക് ഇൻ കേസ് ഈ ഹീറ്റ് എനർജി കൂട്ടണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നുകൂടി ഈ ന്യൂട്രോണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള ഈ കൺട്രോൾ റോഡുകൾ ഒന്ന് പൊക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് റിയാക്ടറിനകത്ത് താഴ്ത്തുകയും പൊക്കുകയും ചെയ്തിട്ട് നമുക്ക് ഈ റിയാക്ഷനെ നിയന്ത്രിക്കാൻ പറ്റും. ഈ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഏതായാലും വലിയ തോതിലുള്ള ഒരു ചെയിൻ റിയാക്ഷൻ അൺലിമിറ്റഡ് ആയിട്ട് നടന്നിട്ട് വലിയ തോതിലുള്ള ഒരു ഹീറ്റ് എനർജി ഉണ്ടാവാതെ സംരക്ഷിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കൺട്രോൾ റോഡുകൾ. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ടറിനകത്ത് 3 ഭാഗങ്ങളാണ്. ഒന്നുകൂടെ വളരെ പെട്ടെന്ന് പറയാം. ഒന്ന്, ന്യൂക്ലിയർ ഫിഷന് വിധേയമാക്കുന്ന ന്യൂക്ലിയർ ഫ്യൂവലുകൾ, യുറേനിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മോഡറേറ്ററാണ്. മോഡറേറ്റർ ചെയ്യുന്നത് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗം കൺട്രോൾ റോഡുകളാണ്. കൺട്രോൾ റോഡുകൾ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. അഥവാ ഈ ന്യൂക്ലിയർ ഫിഷനിൽ പങ്കെടുക്കുന്ന ന്യൂട്രോണുകളെ അതിലേക്ക് ആഗിരണം ചെയ്തുകൊണ്ട് അതിൻ്റെ എണ്ണം കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ആ ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നു. ഈ 3 ഘടകങ്ങളും ഒരു ന്യൂക്ലിയർ റിയാക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു ന്യൂക്ലിയർ ഫിഷനിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ഇനി സപ്പോസ് മോഡറേറ്റർ ആൻഡ് കൺട്രോൾ റോഡ്സ് ആർ നോട്ട് ദെയർ, വാട്ട് വിൽ ഹാപ്പൻ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു റിയാക്ടറിനകത്ത് മോഡറേറ്ററും കൺട്രോൾ റോഡും ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? മോഡറേറ്ററും കൺട്രോൾ റോഡും ചെയ്യുന്നത്
ഈ ന്യൂക്ലിയർ ഫിഷൻ കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളതിനേക്കാൾ അധികം താപോർജ്ജം വരാതെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? താപോർജ്ജം കൂടിയിട്ട് ദ റിസൾട്ട് വിൽ ബി ആൻ എക്സ്പ്ലോഷൻ, ഒരു സ്ഫോടനത്തിലേക്ക് എത്തും. ഞാൻ നേരത്തെ പറഞ്ഞു, ആറ്റം ബോംബിലൊക്കെ പ്രയോഗിക്കുന്നത് ഈ ഒരു വിദ്യയാണ്. അവിടെ യാതൊരു നിയന്ത്രണ സംവിധാനങ്ങളും ഇല്ലാത്ത ന്യൂക്ലിയർ ഫിഷനാണ്. അങ്ങനെ നടത്തുന്ന സമയത്ത് അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നു. ഓക്കെ, ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെർണോബിൽ ഡിസാസ്റ്റർ. നിങ്ങൾ പലരും പത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലും കൂടെയൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു ചെർണോബിൽ എന്ന് പറയുന്ന ദുരന്തത്തിനെ പറ്റി. എന്തായിരുന്നു അത്? 1986 യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ താപോർജ്ജം ഉണ്ടാവുകയും അവിടുത്തെ 4ാമത്തെ റിയാക്ടർ എന്താവുകയാണ് ചെയ്തത്? സ്ഫോടനം സംഭവിക്കുകയാണ് ചെയ്തത്. അതിൽ 100-ൽ പരം ആളുകൾ മരിക്കുകയും ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവിടെയുള്ളവരും അനുഭവിച്ചു വരികയാണ്. അത് വളരെ പോപ്പുലറായി, വളരെ സെൻസേഷണലായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഷെയർ ചെയ്യാം. ഏതായാലും ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് മോഡറേറ്ററും കൺട്രോൾ റോഡും അതിൻ്റെ സേഫ്റ്റി ഘടകം നിലനിർത്തുന്ന 2 ഭാഗങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇനി ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂക്ലിയർ ഫിഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ്, അതുവഴി കിട്ടുന്ന താപോർജ്ജത്തിനെ എങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്? അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഭാഗമായിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. The heat produced in the reactor is carried away to the heat exchanger where it is used to heat the water and produce steam. ഇവിടെ സ്റ്റീം ഉണ്ടാവണമെങ്കിൽ വെള്ളം തിളയ്ക്കണം, അല്ലേ? വെള്ളം ചൂടാവണം. ഈ വെള്ളം നിൽക്കുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ നമ്മൾ റിയാക്ടറിനകത്ത് ന്യൂക്ലിയർ ഫിഷൻ നടന്നു കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എങ്ങോട്ടെടുക്കുന്നു? ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. എന്താണ് കൊണ്ടുവരുന്നത്? ഹീറ്റാണ് കൊണ്ടുവരുന്നത്. താപത്തിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. എങ്ങോട്ട് കൊണ്ടുവരുന്നു? ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വാട്ടർ ഉണ്ടാവും. അങ്ങനെ ഈ താപം കൊണ്ട് ഈ വാട്ടർ തിളയ്ക്കുകയും അവിടെ സ്റ്റീം അഥവാ നീരാവി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തിനെയാണ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കുക. എവിടെ വെച്ചിട്ടാണോ വാട്ടർ തിളച്ച് സ്റ്റീം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്റ്റീം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭാഗത്തിനെയാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കുന്നത്. എ മെറ്റീരിയൽ കോൾഡ് കൂളൻ്റ് വിൽ ക്യാരി ഹീറ്റ് ഫ്രം ഹീറ്റ് ടു ഹീറ്റ് എക്സ്ചേഞ്ചർ, റിയാക്ടർ ടു ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ ഈ റിയാക്ടറിൽ നിന്നും താപോർജ്ജത്തിനെ എങ്ങനെയാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിക്കുന്നത്? അതൊരു കുഴലുകൾ വഴി, പൈപ്പുകൾ വഴി കൂളൻ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, ഒരു പദാർത്ഥം വഴിയാണ്. ഈ കൂളൻ്റ് എന്ന് പറയുന്നത് ഈ താപത്തിനെ ആഗിരണം ചെയ്തിട്ട് ഫ്ലോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ കൂളൻ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഈ റിയാക്ടറിനകത്തുള്ള ഹീറ്റിനെ വലിച്ചെടുക്കുകയും ഈ കൂളൻ്റ് നേരെ എങ്ങോട്ട് ചെല്ലും? ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ചെല്ലും. അങ്ങനെ ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള വെള്ളത്തിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഗിവിങ് അപ്പ് ഹീറ്റ് ദ കൂളൻ്റ് ഈസ് അഗെയിൻ ഫെഡ് ടു ദി റിയാക്ടർ. അപ്പോൾ റിയാക്ടറിനകത്തുള്ള താപോർജ്ജത്തിനെ കൂളൻ്റ് വഹിച്ചുകൊണ്ട് എങ്ങോട്ട് പോകും? ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പോകും. ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള വെള്ളത്തിനെ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ കൂളൻ്റ് തിരിച്ച് എങ്ങോട്ട് തന്നെ വരും? തിരിച്ച് റിയാക്ടറിലേക്ക് തന്നെ വരും. ഓക്കെ, ദ മെറ്റീരിയൽ യൂസ്ഡ് ആസ് കൂളൻ്റ് ആർ, ഞാനിപ്പോൾ പറഞ്ഞ കൂളൻ്റായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് സോഡിയം മെറ്റലും അതേപോലെ തന്നെ സാധാരണ വാട്ടറുമാണ്. ഓക്കെ, ചില റിയാക്ടറിനകത്ത് തന്നെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ സാന്നിധ്യം കാണാം. ഈ വെള്ളം ഉപയോഗിക്കുന്നത് കൂളൻ്റായിട്ടാണ്. എന്തായാലും ഈ റിയാക്ടറിനകത്ത് നിന്ന് ഈ ഉണ്ടായിട്ടുള്ള താപത്തിനെ എടുത്തിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് എത്തിക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ കൂളൻ്റ് എന്ന് പറയുന്നത്. സോഡിയം മെറ്റലാണ് കൂടുതലായിട്ട് കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് നടക്കുന്നത്? വെള്ളത്തിനെ ചൂടാക്കിയിട്ട് സ്റ്റീം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് റിയാക്ടറിനകത്താണ്. ഈ റിയാക്ടറിനകത്തുണ്ടായിട്ടുള്ള ഹീറ്റ് എനർജി
അവിടുന്ന് കൂളൻ്റ് വഹിച്ചുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുവരും? ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊണ്ടുവരും. അവിടെ വെള്ളം ചൂടായി സ്റ്റീം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ഇനി സ്റ്റീം ടർബൈൻ. നിങ്ങൾക്കറിയാം, സ്റ്റീം ടർബൈൻ എന്ന് പറയുന്നത് സ്റ്റീം പതിക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലേഡുകളിൽ ഈ സ്റ്റീം വീഴുന്ന സമയത്ത് അത് കറങ്ങുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ചിട്ട് എന്തുണ്ടായി? സ്റ്റീം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, അല്ലേ? സ്റ്റീം ഫ്രം ദി ഹീറ്റ് എക്സ്ചേഞ്ചർ വിൽ ഫാൾ ഇൻ ടു ദി സ്റ്റീം ടർബൈൻ ആൻഡ് ടർബൈൻ റൊട്ടേറ്റ്സ്. അതായത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഉണ്ടായിട്ടുള്ള സ്റ്റീം എങ്ങോട്ട് പോകും? സ്റ്റീം നേരെ സ്റ്റീം ടർബൈനിലേക്ക് പോകും. സ്റ്റീം ടർബൈനിൽ ഈ സ്റ്റീം പതിക്കുന്ന സമയത്ത് ആ ടർബൈന് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സ്റ്റീം ടർബൈനിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ് നോക്കാം. സ്റ്റീം എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതായത് ആ ടർബൈനിൽ നടക്കുന്ന എനർജി മാറ്റം എന്ന് പറയുന്നത് സ്റ്റീം എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ടർബൈന് കറങ്ങുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞത് വരെ നടന്നിട്ടുള്ള എനർജി കൺവേർഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ന്യൂക്ലിയർ എനർജിയെ സ്റ്റീം എനർജി ആക്കി മാറ്റി, അല്ലേ? റിയാക്ടറിനകത്ത് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. ആ എനർജിയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ആ എനർജിയിൽ നിന്നാണ് നമ്മളെ തുടക്കം, അല്ലേ? ആ എനർജി പിന്നെ എന്തായിട്ട് മാറി? സ്റ്റീമിലേക്ക് എത്തി, അല്ലേ? സ്റ്റീമായി മാറി. അപ്പോൾ നമ്മൾ തുടക്കത്തിലുള്ള ന്യൂക്ലിയർ എനർജി സ്റ്റീം എനർജി ആയിട്ട് മാറി. ഇപ്പോൾ ഇതാ ടർബൈനിൽ വെച്ചിട്ട് സ്റ്റീം എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ സ്റ്റീം ടർബൈനിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് സ്റ്റീം എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനി കണ്ടൻസർ. ഫ്രം ദി ടർബൈൻ ദ സ്റ്റീം ഈസ് എക്സോസ്റ്റ് ടു ദി കണ്ടൻസർ. ടർബൈനിൽ നിന്ന് സ്റ്റീം എങ്ങോട്ട് പുറന്തള്ളപ്പെടുന്നു? കണ്ടൻസറിലേക്കാണ് പുറന്തള്ളപ്പെടുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പവർ സ്റ്റേഷനിൽ പോലെ തന്നെയാണ്. ഈ കണ്ടൻസറിലേക്ക് സ്റ്റീം എത്തിക്കഴിഞ്ഞാൽ എക്സോസ്റ്റ് സ്റ്റീം എന്നാണ് അതിന് പറയാം. ഈ കണ്ടൻസറിലേക്ക് സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഈ കണ്ടൻസർ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? ദ കണ്ടൻസർ കണ്ടൻസസ് ദ സ്റ്റീം വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോൾഡ് വാട്ടർ. തണുത്ത വെള്ളത്തിൻ്റെ, ഈ കണ്ടൻസറിനകത്ത് തണുത്ത വെള്ളം ഉണ്ടാവും. ഈ തണുത്ത വെള്ളത്തിൻ്റെ സഹായത്തോടെ ഈ എക്സോസ്റ്റ് സ്റ്റീമിനെ വെള്ളമാക്കി മാറ്റും. അതാണ് കണ്ടൻസർ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ കണ്ടൻസറിലേക്ക് സ്റ്റീം എത്തിച്ചേരുകയും അവിടെയുള്ള തണുത്ത വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടി ഈ സ്റ്റീമിനെ എന്താക്കി മാറ്റുന്നു? വീണ്ടും വാട്ടറാക്കി മാറ്റുന്നു. നമ്മൾ ഫീഡ് വാട്ടർ എന്നാണ് അതിന് പറയുന്നത്. ദെൻ ദ ഫീഡ് വാട്ടർ ഈസ് ഫെഡ് ടു ദി ഹീറ്റ് എക്സ്ചേഞ്ചർ ത്രൂ ഫീഡ് വാട്ടർ പമ്പ്. അങ്ങനെ ആ കണ്ടൻസറിൽ നിന്ന് വരുന്ന വെള്ളം വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ വിടുന്നു. വെള്ളം എവിടേക്കാണ് ആവശ്യം? ഹീറ്റ് എക്സ്ചേഞ്ചറിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ വെള്ളത്തിനെ റീസൈക്കിൾ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇനി ആൾട്ടർനേറ്റർ. ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്റ്റീം ടർബൈൻ ഈസ് കപ്പിൾഡ് വിത്ത് ആൾട്ടർനേറ്റർ. സ്റ്റീം ടർബൈന് ആൾട്ടർനേറ്ററായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. വെൻ ദി ടർബൈൻ റൊട്ടേറ്റ്സ് ആൾട്ടർനേറ്റർ ഓൾസോ റൊട്ടേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുവഴി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ ആൾട്ടർനേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അതായത് ടർബൈൻ കറങ്ങുന്ന സമയത്ത് ആൾട്ടർനേറ്ററും കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾട്ടർനേറ്ററിന് കിട്ടുന്നത് ഒരു മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ എനർജി കിട്ടിയിട്ട് ഈ ആൾട്ടർനേറ്റർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അവസാനം ഈ ആൾട്ടർനേറ്റർ നമുക്ക് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിച്ച് തരുന്നു. അപ്പോൾ ഇനി ഈ പവർ പ്ലാന്റിൻ്റെ മൊത്തമായിട്ടുള്ള എനർജി കൺവേർഷനുകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ന്യൂക്ലിയർ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം എനർജി. ദെൻ സ്റ്റീം എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ദെൻ ആൾട്ടർനേറ്ററിൽ വെച്ചിട്ട് മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അതാണ്. അപ്പോൾ ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത് ഈ പവർ സ്റ്റേഷൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റാണ്. ആ ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റാണ് വൈദ്യുതി അഥവാ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നത്. ഇനി കൂളിംഗ് ടവറുകൾ. കൂളിംഗ് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടൻസറിൻ്റെ പ്രവർത്തനം. കണ്ടൻസർ സ്റ്റീമിനെ തിരിച്ച് വെള്ളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളമാക്കി മാറ്റണമെങ്കിൽ കണ്ടൻസറിനകത്ത് തണുത്ത വെള്ളം എത്തണം. ഈ തണുത്ത വെള്ളം എത്തുന്നത് എവിടെ നിന്നാണ്? ഈ കൂളിംഗ് ടവറിൽ നിന്നാണ്. ഓക്കെ, ആ ഭാഗത്തിനെയാണ് നമ്മൾ കൂളിംഗ് ടവർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം. ഒരു കൂളിംഗ് ടവറിൻ്റെ ചെറിയൊരു ചിത്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് വളരെ വലിയ സൈസോട് കൂടിയിട്ടുള്ള ഒരു ടവർ കാണാം. അത് ആക്ച്വലി കൂളിംഗ് ടവറാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. വാട്ടർ ഈസ് ക്യാരിഡ് ഫ്രം റിവർ ആൻഡ് സ്റ്റോർഡ് ഇൻ ദി കൂളിംഗ് ടവർ വേർ ഇറ്റ് ഈസ് കൂൾഡ്. നമ്മളൊരു റിവറിൽ നിന്ന് വെള്ളത്തിനെ എടുത്തിട്ട് കൂളിംഗ് ടവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അവിടെ വെച്ചിട്ട് ഈ വെള്ളം തണുപ്പിക്കുന്നു. അപ്പോൾ തണുത്ത വെള്ളമാണ് എവിടെ ഉണ്ടാവുന്നത്? കൂളിംഗ് ടവറിൽ ഉണ്ടാവുന്നത്. ദിസ് കോൾഡ് വാട്ടർ ഈസ് പാസ്ഡ് ടു ദി കണ്ടൻസർ. ഈ തണുത്ത വെള്ളം എങ്ങോട്ട് പാസ് ചെയ്യുന്നു? കണ്ടൻസറിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടൻസറിലേക്ക് പാസ് ചെയ്യുന്നത്? സ്റ്റീമിനെ കണ്ടൻസ് ചെയ്തിട്ട് വെള്ളമാക്കാൻ വേണ്ടിയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ തണുത്ത വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത്. ആഫ്റ്റർ കണ്ടൻസിങ് ദി സ്റ്റീം ദിസ് വാട്ടർ ഈസ് അഗെയിൻ പാസ് ടു ദി കൂളിംഗ് ടവർ ആൻഡ് ദിസ് സൈക്കിൾ കണ്ടിന്യൂസ്. എന്താണ് പറയുന്നത്? കണ്ടൻസറിൽ വെച്ചിട്ട് സ്റ്റീമിനെ വെള്ളമാക്കി കഴിഞ്ഞാൽ ആ തണുത്ത വെള്ളമായിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ തണുപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ആ വെള്ളം തിരിച്ചങ്ങോട്ട് തന്നെ എത്തുന്നു, തിരിച്ച് കൂളിംഗ് ടവറിലേക്ക് തന്നെ എത്തുന്നു. ഇതിങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൂളിംഗ് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസറിലേക്ക് തണുത്ത വെള്ളം സപ്ലൈ ചെയ്യുന്ന ഭാഗമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ വെള്ളം തന്നെ തിരിച്ച് അതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ സൈക്കിളിനിടയിൽ എപ്പോഴെങ്കിലും വെള്ളത്തിൻ്റെ ഒരു പോരായിക വരികയാണെങ്കിൽ റിവറിന്ന് ഈ കൂളിംഗ് ടവറിലേക്ക് വെള്ളം എടുക്കാനുള്ള ഒരു റൂട്ട് ഉണ്ടാവും എന്നും കൂടി മനസ്സിലാക്കുക. ഒരു കൂളിംഗ് ടവറിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ആ കൂളിംഗ് ടവറിനകത്തൂടെ സ്മോക്ക് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന സ്മോക്ക് കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് ഈ കൂളിംഗ് ടവറിൽ കൂടിയാണ് അല്ലേ? അപ്പോൾ വെള്ള കളറിലുള്ള സ്മോക്ക് പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, തണുത്ത വെള്ളം സംഭരിക്കുന്ന കൂളിംഗ് ടവറിൻ്റെ അകത്ത് എവിടെയാണ് പുക, എവിടെ നിന്നാണ് പുക വരുന്നതെന്നുള്ളത്? ആക്ച്വലി ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് വരുന്ന വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പുക ബൈപ്പാസ് ചെയ്തിട്ട് കൂളിംഗ് ടവർ വഴി പുറത്തേക്ക് വിടുകയാണ്. ഇപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൂളിംഗ് ടവർ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൂളിംഗ് ടവറിനകത്ത് ഉണ്ടാകുന്ന സ്മോക്കല്ല. എന്തായാലും ഈ കാണുന്ന വൈറ്റ് സ്മോക്ക് നമ്മൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മളെ ജീവജാലങ്ങൾക്ക് വളരെ അപകടകരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്മോക്കല്ല, സാധാരണ പുകയാണ് ആ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കൂളിംഗ് ടവർ എന്ന് പറയുന്നത് തണുത്ത വെള്ളത്തിന് സംഭരിച്ച് കണ്ടൻസറിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഞാനൊരു അറേഞ്ച്മെൻറ്റ് കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. അത് വളരെ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും. അതിനകത്താണ് ഈ ന്യൂക്ലിയർ റിയാക്ടർ ഉള്ളത്. ഓക്കെ, പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്തായിരിക്കും അല്ലെങ്കിൽ അതിന് പുറത്തായിരിക്കും. പിന്നെ ഈ കൂളിംഗ് ടവർ എന്നുള്ള മൂന്നാമത്തെ സെക്ഷനായിട്ട് വരുന്നത് അതിനും പുറത്ത് മറ്റൊരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ഈ ന്യൂക്ലിയർ ഫിഷന് വിധേയമാവുന്ന ഫ്യൂൽ റോഡുകളുണ്ടാവും, യുറേനിയത്തിൻ്റെ റോഡുകളുണ്ടാവും. അതേപോലെ തന്നെ മോഡറേറ്ററായിട്ട്, അതായത് ഈ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റും വാട്ടറും ഒക്കെയാണ്. അതേപോലെ തന്നെ കൺട്രോൾ റോഡുകളും. ഈ മൂന്ന് കാര്യങ്ങളുമാണ് ന്യൂക്ലിയർ റിയാക്ടറിനകത്തുള്ളത്. അവിടെ ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കുന്നു, അവിടെ ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹീറ്റിനെ ഒരു കൂളൻ്റ് എന്ന് പറയുന്ന ഒരു മെറ്റല് ഒരു പൈപ്പ് വഴി ആ താപത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? തൊട്ട് പുറത്തുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിക്കുന്നു. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ വാട്ടർ ചൂടാവുന്നു. ആ സമയത്ത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ സ്റ്റീം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ സ്റ്റീം നമ്മൾ ഒരു വാൾവ് വഴി സ്റ്റീം ടർബൈനിലേക്ക് പതിപ്പിക്കുന്നു. സ്റ്റീം ടർബൈന് കറങ്ങുന്നു.
സ്റ്റീം ടർബൈൻ കറങ്ങുന്ന സമയത്ത് അൾട്ടർനേറ്റർ കറങ്ങി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി സ്റ്റീം ടർബൈനിൽ പതിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സോസ്റ്റ് സ്റ്റീം കണ്ടൻസറിലേക്ക് എത്തുകയും കണ്ടൻസറിൽ കൂടെ തണുത്ത വെള്ളം പാസ് ചെയ്യുന്നത് കൊണ്ട് ഈ സ്റ്റീം ഫീഡ് വാട്ടറായിട്ട് മാറുകയും ആ വാട്ടർ തിരിച്ച് നമ്മളെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത്. ഇനി ഈ കണ്ടൻസറിലേക്ക് തണുത്ത വെള്ളം കൊടുക്കുന്നത് കൂളിംഗ് ടവറാണ്. ഈ കൂളിംഗ് ടവറിൽ തണുത്ത വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ വെള്ളത്തിൻ്റെ ഉറവിടം ഒരു റിവറായിരിക്കും. ഈ കൂളിംഗ് ടവറിൽ വെച്ചിട്ട് വെള്ളത്തിനെ തണുപ്പിക്കുന്നു. ഈ തണുത്ത വെള്ളം എങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു? കണ്ടൻസറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അവിടുത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം തിരിച്ച് കൂളിംഗ് ടവറിലേക്ക് തന്നെ വരുന്നു. ആ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അതും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സ്കിമാറ്റിക് അറേഞ്ച്മെൻറ്റും അതിൻ്റെ വിവിധ സെക്ഷനുകളും ഓരോ സെക്ഷനിൽ വരുന്ന ഭാഗങ്ങൾ, ഓരോ ഭാഗത്തിൻ്റെയും ധർമ്മങ്ങൾ, ഇത് അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പൊതുവെയുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ചുകൂടെ നമ്മൾ പറയാത്ത ഏതാനും കാര്യങ്ങൾ കൂടെ അടുത്ത ഒരു ക്ലാസ്സിൽ ഉടനെ നമുക്ക് കാണാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ബൈ, താങ്ക് യു.